ഇത്തരം ഒരു ഭീഷണി സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഞങ്ങൾ കാണുന്നത്. കാരണം അത്തരത്തിലുള്ള ഈ സർക്കാരിൻ്റെ ചെലവ് ചുരുക്കുക എന്നുള്ള നയം ഇത് കേരളത്തിലെ ഗവൺമെൻറ് മാത്രമല്ല, ഇന്ത്യ ഗവൺമെൻറ് അടക്കം നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു നവലിബറൽ നയമാണ്. ഗവൺമെൻറ് അത് ശമ്പള പെൻഷൻ ചെലവ് കുറയ്ക്കുക, പെൻഷൻ ചെലവ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് പങ്കാളിത്ത പെൻഷൻ കൊണ്ടുവന്നത്. ശമ്പള ചെലവ് കുറയ്ക്കുകയും ഡൗൺ സൈസ് ചെയ്യുകയും, അതാണ് 2002 ശ്രീ എ കെ ആൻ്റണിയുടെ കറുത്ത ഉത്തരവിൽ 65,000 തസ്തിക ഒറ്റയടിക്ക് നിർത്തലാക്കാനും നഷ്ടത്തിലായ സ്കൂളുകൾ കൂട്ടാനും ഒക്കെ പറയുന്നത് ഈ സർവീസിൽ നിന്ന് സർക്കാർ പിൻവാങ്ങുക എന്നൊരു നയം നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. അത് വീണ്ടും വരുമോ എന്നാണ് ഞങ്ങൾ ഇപ്പം ആരോഗ്യ മേഖലയിലടക്കം 50,000 തസ്തിക കഴിഞ്ഞ ഗവൺമെൻറ് ഈ സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും 50,000-ഓളം തസ്തിക പുതുതായി സൃഷ്ടിച്ചിട്ടാണ് മുന്നോട്ട് പോയത്. അങ്ങനെ സൃഷ്ടിക്കുന്ന ഒരവസ്ഥ ഇപ്പോൾ ആ ഒരു വകുപ്പ് രൂപീകരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു വകുപ്പ് രൂപീകരിക്കുന്നതിൻ്റെ ഭാഗമായി കുറച്ച് തസ്തിക വന്നേക്കാം. പക്ഷേ പൊതുവിൽ ഇതിനെ വീണ്ടും ഡൗൺ സൈസ് ചെയ്യുമോ എന്നൊരു പേടി ഞങ്ങൾക്കുണ്ട്. ഇത് കേന്ദ്ര ഗവൺമെൻറ് നടപ്പാക്കുന്നുണ്ട്. ഇപ്പം നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച അത് വന്നത് ഇങ്ങനെ ഈ നയം നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. 10-14 ആൾ ഇന്ത്യ പരീക്ഷാ ബോർഡുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പരീക്ഷകളെല്ലാം കൂടെ NTA എന്ന് പറഞ്ഞ ഒരു 5-6 സ്ഥിരം ജീവനക്കാരും 10-40 താൽക്കാലിക ജീവനക്കാരുമുള്ള ഒരു ചെറിയ ഏജൻസിയിലേക്ക് ചുരുക്കി കൊണ്ടുവന്നു. അതിൻ്റെ വലിയ ദോഷമാണ് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. നീറ്റ് പരീക്ഷ വീണ്ടും നടത്തേണ്ട അവസ്ഥ. ഇങ്ങനെ എവിടെയും ഡൗൺ സൈസ് ചെയ്യുക എന്നൊരു അജണ്ട കൊണ്ടുവരുന്നതിൻ്റെ ഇമ്പാക്റ്റ് വലിയ തോതിലുണ്ടാകാൻ പോവുകയാണ്.